എൻ്റെ വീഡിയോ നമ്മൾ പഴംപൊരി ഉണ്ടാക്കണ പോലെ ചക്ക പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഇത്തിരി ചക്ക തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്തിട്ട് പൊളിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ ഒത്തിരി കാശ്മീരി പൊടിയും കൂടി ഇട്ടിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കുറച്ചേ ഉള്ളൂ ചക്ക. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്കത് പൊരിക്കാൻ വയ്ക്കാം. ഞാനത് ഇങ്ങനെ ആക്കി ഒരു 10 മിനിറ്റ് വരെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിക്കണം. എല്ലാം പൊരിക്കാൻ പോണത്. അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. എങ്ങനെയാവുമെന്ന് അറിയില്ല, ഞാൻ പരീക്ഷണമാണ്. ശരിയാവുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്നോട് 1-2 ആൾ പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 4 മണി പലഹാരം പോലെ ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു പരീക്ഷണം. ഇതിലാകുമ്പോൾ നമുക്ക് അധികം ഇടാനും കഴിയും. പിന്നെ ഫ്രൈ പാനാകുമ്പോൾ അധികം കരിയില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിലിടുന്നത്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മീതൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. വേറെ ആരില്ലാത്തതുകൊണ്ടേ അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ല, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ക്യാമറ പിടിക്കാനും ഇതൊക്കെയാണ് എൻ്റെ അടുക്കളയും കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വെക്കാം. അങ്ങനെ ഉണ്ടല്ലേ. മുരിങ്ങ ഉണ്ട് കേട്ടോ.
എന്നിട്ട് ഇങ്ങനെ യോജിച്ച് വന്നു. അതെന്തായാലും നന്നായി. ഇതാ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയും പൊരിക്കാം. അത് ഹോസ്പിറ്റലിലുള്ളവർ പറയാറുണ്ട് എന്നോട് ഇങ്ങനെ പൊരിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ അത്ര കൊണ്ട് ശരിയാവുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാണ് ചക്ക പൊരിച്ചത്, കണ്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ അതിൻ്റെ കഴിച്ച് കാണിച്ചാലേ നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ. അല്ലേ? അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടോ? ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ.